JNU വിഷയത്തിൽ സംഘപരിവാർ അജണ്ടകൾ പുറത്ത്. ദില്ലി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച റിപ്പോർട്ടിലാണ് സംഘപരിവാർ താൽപര്യം വ്യക്തമാക്കുന്നത്. ഹോസ്റ്റൽ മെനുവിൽ ബീഫ് ഉൾപ്പെടുത്താൻ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അസുരാരാധന നടത്തുന്നു തുടങ്ങിയവയാണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കുറ്റങ്ങൾ. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു പൂർണ്ണ വിവരം? അതിവിചിത്രമാണല്ലോ ഇത്. സ്വരരാജ്, അതീവ വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ JNU-വിൽ വിദ്യാർത്ഥികൾ നിരന്തരം ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ആവശ്യപ്പെടാറുണ്ടെന്നും ബീഫ് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ഹോസ്റ്റൽ വാർഡനുമായി മറ്റും തർക്കമുണ്ടാകാറുണ്ടെന്നുമൊക്കെയാണ് ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് കാരണമായ ചില കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം മറ്റു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നവരാത്രി ആഘോഷത്തിൽ അസുര ആരാധന നടത്തിയിരുന്നു, മഹിഷാസുരനെ ആരാധിച്ചിരുന്നു, മഹിഷാസുര വിഗ്രഹം ഹോസ്റ്റലിന്റെ അകത്ത് വച്ച് ആരാധിച്ചു എന്നും മറ്റുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല, വിഘടനവാദി നേതാവ് ഗിലാനിയെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായി. മാത്രമല്ല, ഗിലാനിയോട് കൂടി ഇത്തരത്തിൽ ഹോസ്റ്റൽ വാർഡനോട് ബീഫ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നുമാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം നിരീക്ഷിക്കുന്നതിനായി സിവിലിയൻ വേഷത്തിൽ ഒരു പോലീസുകാരനെ, ദില്ലി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനെ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറായും മറ്റും അവിടെ നിയമിച്ചിരുന്നു എന്നും ദില്ലി പോലീസ് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പോലീസുകാരൻ നിരന്തരം വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ നിരീക്ഷണത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എന്ന് ബോധ്യമായത്. മാത്രമല്ല, വിവിധ തലങ്ങളിൽ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയ്ക്കുള്ളിൽ നടപ്പാക്കിയിരുന്നെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ തന്നെ സർവകലാശാലകളിലെ വിവിധ ഭിത്തികളിലും മറ്റും ഇതിനെതിരെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും മറ്റും വിദ്യാർത്ഥികൾ പതിപ്പിച്ചിരുന്നു എന്നും കൂടിയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ബീഫ് ആവശ്യവും ഒപ്പം ഈ അസുര ആരാധനയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഒന്നായി ഈ രണ്ടു കാര്യങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ അതീവ വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഒപ്പം ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് പിന്നാലെ DSU വിദ്യാർത്ഥികൾ ചില അനുകൂല മുദ്രാവാക്യങ്ങളും മറ്റും ഹോസ്റ്റലിനകത്ത് വിളിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലെല്ലാം കന്നയ്യ കുമാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പകരം ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി അവിടെ പ്രദർശിപ്പിച്ചതിന് പിന്നാലെ DSU വിദ്യാർത്ഥികളായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 9 DSU വിദ്യാർത്ഥികളും 10 DSF വിദ്യാർത്ഥികളായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. കന്നയ്യ കുമാർ ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നു എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ കന്നയ്യ കുമാറിനെ ഇപ്പോൾ നിലവിൽ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി ദില്ലി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ വിട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ പോലും പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ ബീഫ് ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അസുര ആരാധനയും കൂടി ആവശ്യപ്പെട്ടിരുന്നു എന്നുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതീവ വിചിത്രമായ റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ദില്ലി പോലീസ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. മനു, ബീഫ് വിഷയത്തിൽ ദില്ലി പോലീസിന്റെ നിലപാട് നമ്മൾ നേരത്തെ കണ്ടതാണ്. കേരള ഹൗസ് സംഭവത്തിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ JNU വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ട് പോലീസിന്റെ സ്വമേധയാ തയ്യാറാക്കിയ റിപ്പോർട്ടാണോ, എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടായ റിപ്പോർട്ടാണ് എന്നാണോ മനസ്സിലാകുന്നത്? സ്വരാജ്, ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ഒരു പോലീസുകാരനെ സർവകലാശാലയിൽ വിന്യസിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും മറ്റുമായി 4 മാസം മുമ്പ് തന്നെ ഒരു സിവിലിയൻ വേഷത്തിൽ ഒരു പോലീസുകാരനെ JNU-വിൽ വിന്യസിച്ചിരുന്നു എന്നുകൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പോലീസുകാരന്റെ നിരീക്ഷണത്തിൽ നിന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടികൾ സ്വീകരിച്ചത് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ വളരെ കണക്ക് കൂട്ടി നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്ന ഒരു പദ്ധതികൾ വളരെ നാടകീയമായി നടപ്പാക്കുന്നു എന്ന് തന്നെ വളരെ വ്യക്തമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ഭക്ഷണ മെനുവിൽ നിരന്തരം ബീഫ് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബീഫിന്റെ പേരിൽ മറ്റും നിലനിന്നിരുന്ന സമയങ്ങളിൽ പോലും ബീഫ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനു പിന്നാലെ അസുര ആരാധന നടത്തിയിരുന്നു. നവരാത്രി ആഘോഷത്തിൽ ദുർഗാരാധന നടത്താതെ പകരം അസുര
അസുര ആരാധന നടത്തിയെന്ന് വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇവയെല്ലാമാണ് രാജ്യദ്രോഹ കുറ്റങ്ങളടക്കം ചുമത്തുന്നതിന് കാരണമായി പ്രേരിപ്പിച്ചതെന്നും ഇതെല്ലാമാണ് രാജ്യദ്രോഹ കുറ്റത്തിന്റെ നിഗമനങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമായതെന്നും റിപ്പോർട്ടിൽ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ അതീവ വിചിത്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇതിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികൾ നിരന്തരം ഇത്തരത്തിൽ സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികൾക്കെതിരെയും പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നു, പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ വിദ്യാർത്ഥികൾ നിരന്തരം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിരുന്നു എന്ന് അവിടെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ദില്ലി പോലീസുകാരൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും എന്തായാലും ഇപ്പോൾ ദില്ലി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ അതീവ വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. മനു, 4 മാസം മുൻപ് മുതൽ സിവിൽ വേഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കി എന്നതിന് ഈ റിപ്പോർട്ടിൽ ദില്ലി പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? അതീവ ജാഗ്രത വേണ്ട ഒരു ഇടമാണ് JNU എന്ന് കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും നേരത്തെ തന്നെ കണ്ടിരുന്നു എന്നാണോ അവർ വിശദീകരിക്കുന്നത്? തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ. കാരണം ഇത്തരത്തിലൊരു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ JNUവിൽ നടക്കുന്നുണ്ട് എന്നൊരു പരാതി തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് ദില്ലി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പിന്നാലെയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളും മറ്റും നിരീക്ഷിക്കുന്നതിനായി ഒരു പോലീസുകാരനെ അവിടെ വിന്യസിച്ചിരുന്നത്. ഈ പോലീസുകാരൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് സർവകലാശാലയിൽ പ്രവർത്തിച്ചിരുന്നതെന്നും ഇയാൾ നടത്തിയ നിരീക്ഷണത്തിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായതെന്നും ഇതിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഈ പോലീസുകാരൻ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് JNU ഹോസ്റ്റലിലടക്കം നടക്കുന്ന പ്രവർത്തനങ്ങൾ, രാത്രികാല പ്രവർത്തനങ്ങളടക്കം വളരെ വിശദമായി ഉള്ള റിപ്പോർട്ടാണ് ദില്ലി പോലീസിന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ JNUവിലെ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ഭക്ഷണ മെനുവിൽ നിരന്തരം ഇത്തരത്തിലൊരു ബീഫ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. കാശ്മീർ വിഘടനവാദി നേതാവ് ഗിലാനിയെ ഒരു ചടങ്ങിൽ, ഹോസ്റ്റലിൽ നടത്തിയ ഒരു ചടങ്ങിൽ മുഖ്യ അതിഥിയായി വിദ്യാർത്ഥികൾ ക്ഷണിച്ചിരുന്നു. ഈ ഗിലാനിയും ഇത്തരത്തിൽ ഭക്ഷണ മെനുവിൽ ബീഫ് ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യം വാർഡനുമായി പങ്കുവച്ചിരുന്നു എന്നും മറ്റുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഗിലാനിയെ കൊണ്ട് വിദ്യാർത്ഥികൾ പറയിച്ചതാണെന്നും ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവൃത്തികൾ ആണ് നടത്തിയതെന്നുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. രാജ്യദ്രോഹ പ്രവൃത്തി എന്നിതിൽ വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു അസുര ആരാധനയും മറ്റും നടത്തിയിരുന്നു. നവരാത്രി ആഘോഷത്തിൽ ദുർഗ ആരാധനയ്ക്ക് പകരം അസുര ആരാധനയാണ് വിദ്യാർത്ഥികൾ നടത്തിയതെന്നുമുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ ഈ പോലീസ് നടപടിയിൽ അതൃപ്തിയുണ്ട് എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം കന്നയ്യ കുമാറിനെ നിലവിൽ ഇത്രയും പെട്ടെന്ന് ഒരു അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും ഇതേ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നുമാണ് എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇതിലൊരു അതൃപ്തി ഈ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഇക്കാര്യത്തിൽ ദില്ലി പോലീസ് എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരും എന്നതിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും VS അച്യുതാനന്ദൻ JNUവിൽ സന്ദർശിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ എന്തായാലും വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ NIA അന്വേഷണവും ആവശ്യമില്ല എന്നൊരു കോടതി ഉത്തരവും വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദില്ലി പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ വ്യക്തമാകുന്നത്. ഇതിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ റിപ്പോർട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വരാജ്, മനുശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. JNU വിഷയത്തിൽ ദില്ലി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച റിപ്പോർട്ടിൻ്റെ പകർപ്പിൻ്റെ വിശദാംശങ്ങളാണ് മനുശങ്കരൻ പങ്കുവച്ചത്. VS അച്യുതാനന്ദൻ ഇന്ന് JNU സന്ദർശിക്കും. ഉച്ചയ്ക്ക് 3 മണിക്കാണ് VSന്റെ സന്ദർശനം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് മിണ്ടാട്ടമില്ലെന്ന് VS പറഞ്ഞു. അയാളും മകനും ഭാര്യയെ കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് ഇപ്പോൾ BJP ആയിട്ട് കൂട്ടുകെട്ടില്ല എന്ന് പറയുകയല്ലേ. ഇതല്ല അയാൾ പറയുന്ന ഒരഭിപ്രായം എന്നുള്ള നിലയിലല്ലാതെ ഈ അയാളുടെ മൈക്രോ ഫൈനാൻസ് സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അയാൾ കേരളത്തിലെ ദശലക്ഷക്കണക്കായ സഹോദരിമാരോടും അമ്മമാരോടും ചെയ്തു. ഞാനത് തുറന്നു കാട്ടി. MP രാജേഷ് MPക്ക് ടെലഫോണിൽ ഭീഷണി. JNU പ്രശ്നത്തിൽ പ്രതികരിച്ചതിനാണ് ഭീഷണി. പാലക്കാട് SPക്ക് പരാതി നൽകുമെന്ന് MP രാജേഷ് അറിയിച്ചു.
റേഷൻ ഡിപ്പോ ക്രമക്കേട് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. വിശദാംശങ്ങളുമായി എസ് ഷീജ ചേരുന്നു നിയമസഭയിൽ നിന്നും. ഷീജ പറയൂ. സുരരാജ്, അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രധാനമായും റേഷൻ മൊത്തവ്യാപാര ഡിപ്പോ കോഴക്കേസിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡിവൈഎസ്പിയുടെ തുടരന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തള്ളിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അടൂർ പ്രകാശിനെതിരായുള്ള കുറ്റപത്രം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രി തൽസ്ഥാനത്ത് തുടരരുത് എന്ന് കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തു നിന്നും സുരേഷ് കുറുപ്പ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത് പ്രതിപക്ഷത്തിന്റെ നിലപാട് അപക്വമാണ് എന്നൊരു നിലപാടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. ഈ കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കേണ്ട ആവശ്യവുമില്ല. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ഈ കേസിൽ ഇടപെട്ടിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതേസമയം കേസിൽ വിചാരണ നേരിടുന്ന ഒരു വ്യക്തിയെയാണ് ഈ മന്ത്രിസഭയിൽ സർക്കാർ ഉൾപ്പെടുത്തിയത്. വിജിലൻസ് ഡയറക്ടർ പോലും ഈ നിയമോപദേശം വിജിലൻസ് ഡയറക്ടർ പോലും തെളിവുകളുടെ കൃത്യത കണക്കിലെടുത്തുകൊണ്ടാണ് നിയമോപദേശം സ്വീകരിച്ച് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത്. കൈക്കൂലി കേസിൽ പ്രതിയായ ഒരു മന്ത്രി ഇത്തരത്തിൽ മന്ത്രിസഭയിൽ തുടരുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ അത്ര കൃത്യമാണ് തെളിവുകൾ എന്നുള്ളത് കൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ പോലും ഈ റിപ്പോർട്ട് അംഗീകരിക്കാത്തത്. അതുകൊണ്ട് ഈ കേസിൽ മന്ത്രി കുറ്റക്കാരനാണ് എന്നുള്ളതിൽ സംശയമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു നിലപാടാണ് ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടിയായി നൽകിയത്. കഴിഞ്ഞ ഇടത് സർക്കാർ കൊണ്ടുവന്ന ഒരു കേസാണിത്. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് തങ്ങൾ ഇതിൽ തുടരന്വേഷണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ജനകീയ കോടതിയിൽ അഗ്നിശുദ്ധി വരുത്തിയാണ് അടൂർ പ്രകാശ് മന്ത്രിയായതെന്നും ഇതിന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകേണ്ടതില്ല എന്ന് സ്പീക്കർ അറിയിച്ചത്. എന്നാൽ സർക്കാർ ഈ ലോകത്തെ സർക്കാരാണോ അതോ പരലോകത്തെ സർക്കാരാണോ ഇത് എന്നൊരു ചോദ്യം പ്രതിപക്ഷത്തിൽ നിന്നും എസ് ശർമ്മ ഉന്നയിച്ചു. ഒന്നും അറിയില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി ഈ കേസുകളിലെല്ലാം പറയുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിന് മുമ്പായി അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എസ് ഷീജയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നന്മയുടെ കഥാകാരൻ വിട പറഞ്ഞു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, ഇപ്പോൾ പൊതുദർശനം തുടരുകയാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? സൂര്യരാജ, ഇവിടെ കോഴിക്കോട് ടൗൺ ഹാളിൽ അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി എത്തിച്ചത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗമറിഞ്ഞ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കെ പി രാമനുണ്ണി, സുഭാഷ് ചന്ദ്രൻ, പെരുമ്പിടം ശ്രീധരൻ, പി കെ പാറക്കടവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പുലർച്ചെയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി ന്യൂമോണിയ ബാധയെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. 12 മണിവരെയായിരിക്കും കോഴിക്കോട് ടൗൺ ഹാളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. ശേഷം 1 മണിക്ക് വടകര ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹം ഏറെക്കാലം അധ്യാപകനായി പ്രവർത്തിച്ച സ്കൂളിൽ 2:30 മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. വൈകിട്ട് 5 മണിയോടെയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. സുരാജ്, കോഴിക്കോടിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രതിഭയുടെ വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് സാഹിത്യ ലോകം. ഒപ്പം കോഴിക്കോടും മറ്റ് എഴുത്തുകാരിൽ നിന്നൊക്കെ അക്ബർ കക്കട്ടിലിനെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ കഥകളിലെ ലാളിത്യവും ഏത് ചെറിയ കുട്ടിയെ പോലും മനസ്സിലാക്കാൻ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാഷയും ആയിരുന്നു. നേരത്തെ അല്പം മുമ്പാണ് മൃതദേഹം ഇവിടെ കോഴിക്കോട്. ശരി, മേഘ മാധവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നർമ്മമധുരമായ ഭാഷയിൽ 50ഓളം കൃതികൾ എഴുതിയ അക്ബർ കക്കട്ടിൽ മലബാറിന്റെ നന്മ നിറഞ്ഞ ഭൂതവർത്തമാനങ്ങളെയാണ് കഥയാക്കിയത്. അധ്യാപക വിദ്യാർത്ഥി ജീവിതത്തിന്റെ നിഷ്കളങ്കതയുടെ രസവും കക്കട്ടിലിൻ്റെ കഥകളിൽ നിറഞ്ഞു നിന്നു. ഒരു പച്ചയായ കക്കട്ടിൽകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ കഥയിലും ജീവിതത്തിലും.
1954 ജൂലൈ 7 അബ്ദുള്ള കുഞ്ഞാമിന ദമ്പതികളുടെ മകനായി കോഴിക്കോട് കക്കട്ടിലായിരുന്നു ജനനം. ചെറുകഥാകൃത്തും നോവലിസ്റ്റും എന്നതിനപ്പുറം വേറിട്ട അധ്യാപന രീതി കൊണ്ടുകൂടി പ്രശസ്തനായിരുന്നു അക്ബർ കക്കട്ടിൽ. കൗമാരത്തിൽ തന്നെ എഴുത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് കടന്നു. കുഞ്ഞുണ്ണി മാഷായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് കടത്തിയത്. പിന്നീട് അങ്ങോട്ട് മലയാള സാഹിത്യ ലോകത്ത് നിറസാന്നിധ്യമായിരുന്നു കക്കട്ടിൽ. കാരൂരിനു ശേഷം അധ്യാപക വിദ്യാർത്ഥി വിഷയങ്ങളെ ഇതിവൃത്തമാക്കിയ കക്കട്ടിൽ വേറിട്ട ഭാഷാശൈലിയിലൂടെ തന്റെ ഇടം കുറിച്ചു. ജീവിതഭാരത്തിന്റെ അർത്ഥശൂന്യതകൾ വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നർമ്മം. ഹാസ്യാത്മകമായി ജീവിതത്തിന്റെ പ്രയോജനപരമായ കച്ചവട നേട്ടങ്ങളെ അദ്ദേഹം അപഹസിക്കുമ്പോഴും മനുഷ്യനന്മയുടെ മൂല്യവത്തായ സംസ്കൃതിയുടെ സംസ്ഥാപനം എഴുത്തിൽ നിറച്ചു. വിദ്യാർത്ഥി അധ്യാപക സംവാദത്തെ ജീവിതത്തിന്റെ നിത്യഭാഷയായി അദ്ദേഹം നിലനിർത്തി. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1992 ഹാസ്യവിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് സ്കൂൾ ഡയറി എന്ന ലഘു ഉപന്യാസ സമാഹാരത്തിന് ലഭിച്ചു. 2004 നോവലിനുള്ള അവാർഡും സംസ്ഥാന ഗവൺമെന്റിന്റെ 2 അവാർഡുകളും ലഭിക്കുകയുണ്ടായി. 1998 മികച്ച നോവലായ സ്ത്രൈണം ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് നേടി. 2000 മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. 2002 വടക്കുനിന്നൊരു കുടുംബ വൃത്താന്തം അബുദാബി ശക്തി അവാർഡും കരസ്ഥമാക്കി. അങ്കണം സാഹിത്യ അവാർഡ്, SK പൊറ്റക്കാട് അവാർഡ്, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ അവാർഡ്, ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് തുടങ്ങി അവാർഡുകളുടെ പെരുമഴക്കാലമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ജീവിതം. വർത്തമാന പത്രങ്ങളിൽ അദ്ദേഹം എഴുതിയ കത്തുകൾ പോലും വേറിട്ട ശൈലിയിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അതിലൊന്നിങ്ങനെ: പേനയിൽ മഷി തീർന്നു, കണ്ണുകളിൽ ഉറക്കം പിടികൂടുന്നു, ഇനി നിർത്തുന്നു ഈ കത്ത്. പക്ഷേ നിത്യതയുടെ ഉറക്കം ആ കണ്ണുകളെ താഴ്ത്തിയെങ്കിലും എഴുത്തിൽ തീർത്ത മഹാപ്രപഞ്ചം വായനക്കാരന് മുന്നിൽ കണ്ണടയുന്നില്ല, തീരുന്നില്ല. കൾച്ചറൽ ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. സ്നേഹത്തിന്റെ കഥാകാരനെ പ്രമുഖർ അനുസ്മരിച്ചു. ആ വാക്കുകളിലേക്ക്. കക്കട്ടിൽ മാഷിനെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്നത്, മാഷ് തന്നെ എഴുതിയൊരു വാചകമുണ്ട്: വലിയൊരു കഥാപാത്രം ചെറിയൊരു കഥാകൃത്തിനെ തേടിപ്പോകുന്നത് നല്ലൊരു കാഴ്ച തന്നെ. പക്ഷേ എന്റെ കാര്യത്തിലോ ദൈവത്തിന്റെ ഏറ്റവും ചെറുതും നിസ്സാരനുമായി ഞാൻ ആ വലിയ കഥാകാരനെ തേടി അലയുന്നു. ഈശ്വരന്റെ അടുത്തേക്കാണ് കഥയും തേടി അക്ബർ കക്കട്ടിൽ പോയിട്ടുള്ളത് എന്നതാണ് സത്യം. കാരണം മാഷ് എഴുതിയിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ഭാഷയിലാണ്, ഏറ്റവും സാധാരണക്കാരനായ എന്റെ ജീവിതമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുത്തന് എന്നിൽ ഒരു കഥയുണ്ടെന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ദൈവതുല്യമായ അവനെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയും അതിനകത്ത് നിന്നുകൊണ്ടൊരു കഥയും കാണുന്ന ഒരു എഴുത്തുകാരനെയാണ് നമുക്ക് സത്യത്തിൽ നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു വലിയ സങ്കടമുണ്ട്. വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാനും അക്ബർ മാഷും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായതെങ്കിലും അതിനുശേഷം അതൊരു കുടുംബത്തിലെ അംഗം പോലെ അത്രയും മനസ്സിന് നൈർമല്യമുള്ള മറ്റൊരു എഴുത്തുകാരനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. സാമാന്യമായ ഒരു വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആരെയും പെട്ടെന്ന് ആകർഷിക്കപ്പെടാനും ഒക്കെയുള്ള വലിയൊരു വൈഭവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബറുമായിട്ട് ഒരു 5 മിനിറ്റ് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടനെ സുഹൃത്താവും. എത്ര വലിയ ആളായാലും, ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ തൊട്ട് ഏറ്റവും പുതിയ എഴുത്തുകാരനായാലും അക്ബർ വളരെ പെട്ടെന്ന് ഒരു അടുപ്പക്കാരനായിട്ട് മാറും. ഞങ്ങളൊക്കെ ഒരു തമാശ പോലെ കളിയാക്കി പറയാറുണ്ട്, ഇതെങ്ങനെ സാധിച്ചെടുക്കുന്നു. ഇത് സാധിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള നൈർമല്യമായിരുന്നു. അക്ബർ കക്കട്ടിൽ എന്റെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറെക്കുറെ സമകാലികരായിരുന്നു. ചിലപ്പം ഒരു വയസ്സ് വ്യത്യാസം മാത്രമേ കാണുകയുള്ളൂ. ആ കാലഘട്ടം മുതൽ ഞങ്ങൾ അടുപ്പമുണ്ടായിരുന്നു. അതായത് മാതൃഭൂമിയിൽ ഞങ്ങൾ ബാലപംക്തിയിൽ എഴുതിക്കൊണ്ടിരുന്നു. പിന്നീട് മാതൃഭൂമിയിൽ തന്നെ യുവദീപ്തി എന്ന് പറഞ്ഞൊരു പങ്ക്തി ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. എഴുത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാല്യകാല സുഹൃത്തുക്കൾ എന്നുള്ള ബന്ധം. പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുന്ന 1973 KSUവിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നപ്പോഴാണ്. പിന്നീട് കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഒരു സർഗസംവാദം കോഴിക്കോട് വെച്ച് നടന്നു. അന്ന് ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അന്ന് ആ ക്യാമ്പിൽ അക്ബർ കക്കട്ടിൽ വന്നിരുന്നു. അതിനുശേഷം പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ കാണുമായിരുന്നു. ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 74-75 മണപ്പള്ളി കോളേജിലാണ് അക്ബർ കക്കട്ടിൽ പഠിച്ചിരുന്നത്. പലപ്പോഴും കോഴിക്കോട് വന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വടകര ഞങ്ങളുടെ കേന്ദ്രമായിരുന്നു അന്ന് നമ്മുടെ പുനത്തിൽ കുഞ്ഞന്തിരുടെ ഇത്. ഞങ്ങൾ ഒരുമിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പല യോഗങ്ങളിലും പല ക്യാമ്പുകളിലും അക്ബറുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. അക്ബർ കക്കട്ടിലിനെ P. വത്സല അനുസ്മരിച്ചു. വാക്കുകളിലേക്ക്.
എഴുതാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യം എഴുതിയ പുസ്തകം PR കുറുപ്പിൻ്റെ ആത്മകഥ ജീവചരിത്രം, അത് എന്നൊരു മുഖവരിയൊക്കെ എഴുതി ഞാനാണ് 40 കൊല്ലം മുമ്പ്. അതിൻ്റെ റീപ്രിൻ്റ് ഈയിടെ എടുക്കുമ്പോഴും അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പോൾ എന്നെ വിളിച്ചവർ റിലീസ് ചെയ്യാൻ വേണ്ടി വീണ്ടും റീപ്രിൻ്റ് നാട്ടിൽ വെച്ചിട്ട്. എപ്പോഴും ഒരു കുടുംബാംഗം പോലെ ഞങ്ങൾ എന്നും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഈ 3 ആഴ്ച ഞാൻ വയനാട്ടിലായതുകൊണ്ട് ഇദ്ദേഹം ആസ്പത്രിയിൽ വന്ന അന്നാണ് അറിഞ്ഞില്ല, DC-യുടെ പരിപാടിയിലാണ്. അപ്പോൾ സുഖേടുണ്ടായാൽ അങ്ങനെ ഗൗനിക്കുന്ന കൂട്ടത്തിലൊന്നല്ല. എപ്പോഴും നല്ല ആരോഗ്യവാനാണ് എല്ലാവരോടും പറയുക, അങ്ങനെയാണ്. പക്ഷെ നല്ല നിഷ്ഠയില്ല ജീവിതം, ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കുക, യാത്ര ഒക്കെ നല്ല എങ്ങനെയാണ് ആരോഗ്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയില്ല അന്നൊക്കെ. എഴുത്തുകാരുടെ ഇടയിൽ തന്നെ അത്ര മിങ്കിൾ ചെയ്യുന്ന ആളുകളും അത്ര പബ്ലിക് റിലേഷനുള്ള ആളുകളും സ്നേഹമുള്ള ആളുകളും കുടുംബ ബന്ധമുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. ഞങ്ങളവരുടെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പോയിട്ടുണ്ട്, പിന്നെയും പോയിട്ടുണ്ട്, പല വേദിയിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് കാലമായി നേരിട്ട് കണ്ടിട്ട്, പടങ്ങളിലൊക്കെ കാണുമെന്നല്ലാതെ. അപ്പോൾ കഥകളെപ്പറ്റി പറയാൻ ഒന്നുമില്ല, എല്ലാവർക്കും അറിയുന്നില്ല. എപ്പോഴും നന്നായിട്ട് കഥ എഴുതുന്ന ആളല്ലേ, അവസാനം കൂടി എഴുതിയ നന്നായി. അങ്ങനെ കഥ മാത്രമായിട്ടല്ല, അദ്ദേഹം ജീവിതം മുഴുവനും ആളുകൾക്ക്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായി. അങ്ങനെ